മക്കളെ, ഇന്ന് നമുക്ക് ചൗക്ക് എന്ന ആലോക് ധന്വ എഴുതിയ കവിത നോക്കാം. ചൗക്ക് എന്നാൽ നാൽക്കവല, ജംഗ്ഷൻ എന്നാണ് അർത്ഥം. ഇവിടെ കവി ആദ്യമായി കവിയെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി, അതായത് തിക്കും തിരക്കുമുള്ള നാൽക്കവല ക്രോസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച സ്ത്രീകളെ കുറിച്ച് ഓർക്കുന്നതാണ് കവിത. നമ്മൾ എന്തെങ്കിലും, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്, ആദ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. അതുപോലെ കവി ഈ കുട്ടിക്കാലത്തുണ്ടായ ഓർമ്മ അദ്ദേഹം മുതിർന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഓർമ്മ ഉണ്ടാകുന്നു. അതാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഉൻ സ്ത്രീയോ കാ വൈഭവ് മേരെ സാത്ത് രഹാ, जिन्होंने मुझे चौक पार करना सिखाया, मेरे मोहल्ले की दी वे. ഉൻ സ്ത്രീയോ പറഞ്ഞാൽ ആ സ്ത്രീകൾ, ഉൻ സ്ത്രീയോ കാ ആ സ്ത്രീകളുടെ, വൈഭവ് മഹത്വം, മേരെ സാത്രഹ എന്നിലുണ്ടായി, ജിനോനെ ആരാണോ, മുജെ എന്നെ, ചൗക്ക് നാൽക്കവല, പാർ കർണ ക്രോസ് ചെയ്യുക, സിഖായ പഠിപ്പിച്ചത്, മേരെ മൊഹല്ലേക്ക് ദി വേ എൻ്റെ പ്രദേശത്തുള്ളവരായിരുന്നു, വേ അവർ. അപ്പം എന്താ പറഞ്ഞത്? ആ നാൽക്കവല കടക്കാൻ എന്നെ പഠിപ്പിച്ച ആ സ്ത്രീകളുടെ പ്രതാപം, എന്നെ നാൽക്കവല ക്രോസ് ചെയ്യാൻ പഠിപ്പിച്ച സ്ത്രീകളുടെ പ്രതാപം എന്നിൽ അവശേഷിച്ചു. നാൽക്കവല ക്രോസ് ചെയ്യാൻ പഠിപ്പിച്ച ആ സ്ത്രീകളുടെ പ്രതാപം, വൈഭവ്, പ്രതാപം, മഹത്വം എന്നിൽ അവശേഷിച്ചു. അവർ എൻ്റെ മൊഹല്ലേക്ക്, എൻ്റെ പ്രദേശത്തുള്ളവരായിരുന്നു. ഹർ സുബ കാം പർ ജാത്തി ദി, എല്ലാ പ്രഭാതത്തിലും, രാവിലെ സമയത്ത്, എല്ലാ ദിവസവും രാവിലെ, കാം പർ ജാത്തി ദി ജോലിക്ക് പോയിരുന്നു. ആ സ്ത്രീകൾ എല്ലാ ദിവസവും, ഹർ സുബ എല്ലാ പ്രഭാതത്തിലും ജോലിക്ക് പോയിരുന്നു. മേരാ സ്കൂൾ ഉൻകെ രാസ്തേ മേ പഠ്താതാ, എൻ്റെ സ്കൂൾ, മേരാ സ്കൂൾ എൻ്റെ സ്കൂൾ, ഉൻകെ രാസ്തേ മേ അവരുടെ വഴിയിൽ, അതായത് അവർ പോകുന്ന വഴിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ സ്കൂൾ അവർ പോകുന്ന വഴിയിലായിരുന്നു, അതായത് അവർ ജോലിക്ക് പോകുന്ന വഴിയിലായിരുന്നു കവിയുടെ സ്കൂൾ. മാം മുജെ ഉൻകെ ഹവാലെ കർ ദേത്തി ദി, മാം അമ്മ, മുജെ എന്നെ, ഉൻകെ ഹവാലെ അവരുടെ കൈവശം ഏൽപ്പിച്ചിരുന്നു, അതായത് അമ്മ എന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ആ വഴിക്കാണല്ലോ അവർ ജോലിക്ക് പോകുന്നത്, ജോലിക്ക് പോകുന്ന വഴിയിലാണ് കവിയുടെ സ്കൂളുള്ളത്. അപ്പോൾ കവിയുടെ അമ്മ എന്ത് ചെയ്യും? എല്ലാ ദിവസവും രാവിലെ അവരെ ഏൽപ്പിക്കും, കവിയെ, എന്നിട്ട് സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അമ്മ എന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ചുട്ടി ഹോനെ പർ സ്കൂൾ കഴിഞ്ഞ്, ചുട്ടി എന്ന് പറഞ്ഞാൽ അവധി എന്നാണ് അർത്ഥം. ഇവിടെ വരുന്നത് സ്കൂൾ കഴിഞ്ഞിട്ട്, വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്ത്. മേ ഉൻകാ ഇന്തസാർ കർത്താത, ഞാൻ അവരെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. മേ ഉൻകാ ഇന്തസാർ കർത്താത, ഞാൻ അവരെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അതായത് സ്കൂൾ കഴിഞ്ഞാലും അവർ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തൂല അല്ലേ. അപ്പം അവരുടെ ജോലി 4:30ക്കാണ് സ്കൂൾ വിടുന്നതെങ്കിൽ ചിലപ്പോൾ 5 മണിക്കാവും അവരുടെ ജോലി വിടുന്നത്. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് വരണം. അതുവരെ കവി എന്താ ചെയ്യുന്നത്? അവരെ പ്രതീക്ഷിച്ചിരിക്കും. ഉനോനെ മുജെ ഇന്തസാർ കർണ സിഖായ, അവരെന്നെ പ്രതീക്ഷിച്ച് നിൽക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അതായത് ഒരാളെ കാത്തു നിൽക്കുക, പ്രതീക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ, എന്താ പറയുക, കുറേ സമയം ഇങ്ങനെ നിൽക്കണ, വളരെയധികം ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്ഷമിച്ചിങ്ങനെ നിൽക്കുക, ഇപ്പോൾ വരും എന്നിട്ട് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ അവരാണ് എന്തിന് പഠിപ്പിച്ചത്? പ്രതീക്ഷിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചത് അവരാണ്. ഉന്നോനെ മുജെ ഇന്തസാർ കർണ സിഖായ, പ്രതീക്ഷിച്ച് നിൽക്കാൻ, ക്ഷമയോടെ കാത്തു നിൽക്കാൻ വേണ്ടി അവരെന്നെ പഠിപ്പിച്ചു.
कस्बे के स्कूल में मैंने पहली बार ദാഖില ലിയാദ. കസ്ബെ പറഞ്ഞ പ്രദേശ, ആ പട്ടണം, ആ പട്ടണത്തിൽ കസ്ബെ പറഞ്ഞ പട്ടണം, ആ പട്ടണത്തിൽ, ആ നഗരത്തിലുള്ള സ്കൂളിൽ മേനെ പഹലി ബാർ ഞാൻ ആദ്യ തവണ ദാഖില ലിയാദ ഞാൻ ആദ്യമായിട്ട് ചേർന്നതായിരുന്നു, ഞാൻ അവിടെ ആദ്യമായിട്ട് ആ സ്കൂളിൽ പ്രവേശിച്ചതായിരുന്നു. കുച്ച് ദിനോ ബാദ് മേ ഖുദ് ഹി ജാനെ ലഗ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മേ ഖുദ് ഹി ഞാൻ സ്വയം തന്നെ പോവാൻ തുടങ്ങി. ആ പ്രദേശം കവിക്കത്ര പരിചയമുണ്ടായിരുന്നില്ല, അതായത് ആ നഗരത്തിൽ ഉള്ള റോഡുകളൊന്നും കവിക്ക് പരിചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഈ സ്ത്രീകളോടൊപ്പം പോയി. അതിനുശേഷം കവി എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വയം പോവാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കവി സ്വയം സ്കൂളിലേക്ക് പോവാൻ തുടങ്ങി. और उसके भी कुछ दिनों बाद അവിടെ നിന്നും കുറച്ച് ദിവസത്തിന് ശേഷം കയ്യിലെടുക്കെ മേരെ ദോസ്ത് ബൻ ഗയേ. അങ്ങനെ ഒറ്റയ്ക്ക് പോവാൻ തുടങ്ങി. കുറച്ച് ദിവസത്തിന് ശേഷം കയ്യിലെടുക്കെ ഒരുപാട് ആൺകുട്ടികൾ മേരെ ദോസ്ത് ബൻ ഗയേ എൻ്റെ സുഹൃത്തുക്കളായി. നിരവധി ആൺകുട്ടികൾ എൻ്റെ സുഹൃത്തുക്കളായി. തബ് ഹം സാത്ത് സാത്ത് കई दूसरे रास्तों से भी स्कूल आने जाने लगे. തബ് ഹം സാത്ത് സാത്ത് ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച്, കൈ ദൂസരെ രാസ്തോം സേ ബി പല മറ്റു വഴികളിലൂടെ, ഞങ്ങൾ മറ്റു വഴികളിലൂടെ ഒരുമിച്ച് സ്കൂളിൽ പോവാൻ തുടങ്ങി. അങ്ങനെ സുഹൃത്തുക്കളെ കിട്ടി. സുഹൃത്തുക്കളോടൊപ്പം പല വഴികളിലൂടെയും സഞ്ചരിക്കും അല്ലേ? സുഹൃത്തുക്കളെ കൂടെ ആകുമ്പോൾ എന്താണ്, വളരെ രസകരമായിട്ട് നമുക്ക് ആ വഴിയിലൂടെ പോകാം, ഈ വഴിയിലൂടെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് പല വഴികളും കണ്ടെത്തും അല്ലേ? അപ്പം എന്താ കവി പറയുന്നത് എന്താണ്? ഞങ്ങൾ മറ്റു വഴികളിലൂടെയും ഒരുമിച്ച് സ്കൂളുകളിൽ പോവാൻ തുടങ്ങി. അങ്ങനെ മറ്റു വഴികളിലൂടെയും ഞങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുമിച്ച് സ്കൂളിലേക്ക് പോവാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോവാൻ ആ സ്ത്രീകളോടൊപ്പം ആ സ്ത്രീകളുടെ കൂടെ സ്കൂളിൽ പോവാൻ തുടങ്ങിയ കവി പിന്നീട് ഒറ്റയ്ക്ക് പോവാൻ തുടങ്ങി. പിന്നീട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. സുഹൃത്തുക്കളോടൊപ്പം പല വഴികളും കണ്ടെത്തി. പല വഴികളിലൂടെയും സ്കൂളുകളിലേക്ക് പോവാൻ തുടങ്ങി. ലേക്കിൻ അബ് ബി ഉൻ ദോടെ സേ ദിനോ കെ കയി ദശകോ ബാദ് ബി. ലേക്കിൻ അബ് ബി എങ്കിലും ഇപ്പോഴും, ലേക്കിൻ അബ് ബി എങ്കിലും ഇപ്പോഴും, उन दौड़े से दिनों के कई दशकों के बाद भी ആ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദശകോं के बाद भी പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും, 10 വർഷം കഴിഞ്ഞിട്ടും, ദശകം പറഞ്ഞാൽ 10, ദശം 10, അപ്പം ദശകവും ബാദ് 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൂടി, ജബ് കബി मैं किसी बड़े शहर के बेतरतीब चौक से गुजरता हूँ. जब कभी मैं किसी എപ്പോഴെങ്കിലും ഞാൻ ഇതുപോലെയുള്ള തിക്കും തിരക്കുമുള്ള ഷഹർ പട്ടണത്തിലെ ചൗക്ക് നാൽക്കവല ജംഗ്ഷൻ ഗുസർത്താഹും കടന്നു പോകുമ്പോൾ ഉൻ സ്ത്രീയോ കി യാദ് ആത്തി ഹേ ആ സ്ത്രീകളുടെ ഓർമ്മ വരുന്നു. ഞാൻ ആ സ്ത്രീകളെ ഞാൻ ഓർമ്മിക്കും. ഒന്നുകൂടെ പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വലിയ നഗരത്തിലെ ക്രമരഹിതമായിട്ടുള്ള ബേത്തർതീബ് എന്ന് പറഞ്ഞാൽ ക്രമരഹിതമായിട്ടുള്ള ആ നാൽക്കവല കടന്നു പോകുന്ന സമയത്ത് ഞാൻ ആ സ്ത്രീകളെ ഓർക്കും എന്നാണ് കവി
പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷവും കവി എന്ത് ചെയ്യുന്നു? തന്നെ ആദ്യമായിട്ട് നാൽക്കവലയിലൂടെ ജംഗ്ഷനിലൂടെ റോഡ് ക്രോസ് ചെയ്യാൻ പഠിപ്പിച്ച ആ സ്ത്രീകളെ കവി ഓർക്കുന്നു. और मैं अपना दाएं हाथ उनकी और बढ़ा देता हूँ. ആ സമയത്ത് കവി എന്താ ചെയ്യുക? ഞാൻ എൻ്റെ വലതു കൈ അവർക്ക് നേരെ നീട്ടി. ആ സമയത്ത് കവിക്ക് ആ ചെറിയ കുട്ടിയായിട്ട് സ്കൂളിൽ പോകുന്ന ഓർമ്മയാണ് വരുന്നത്. അപ്പൊ കവി എന്ത് ചെയ്യാണ്? ആ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഓർമ്മയില് വലത് കൈ അവർക്ക് നേരെ നീട്ടുന്നു. ബഡാ ദേത്താ ഹൂം और बाएं हाथ से उन स्लेट को संभालता हूँ. എന്നിട്ട് ഇടതു കൈകൊണ്ട് സ്ലേറ്റിനെ എന്ത് ചെയ്യുന്നു? സമ്പൽത്താഹോം, സ്ലേറ്റിനെ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ പിടിക്കുക. ഇടതു കൈകൊണ്ട് സ്ലേറ്റിനെ പിടിക്കുന്നു. जिसे मैं छोड़ आया था 20 वर्षों के अखबार के पीछे. जिसे मैं छोड़ आया था, छोड़ना പറഞ്ഞ ഉപേക്ഷിക്കുക. छोड़ आया था 20 वर्षों के अखबार के पीछे. 20 വർഷം മുമ്പ് ഞാൻ ഉപേക്ഷിച്ച് പോയ സ്ലേറ്റ് ഇടതു കൈകൊണ്ട് പിടിക്കുന്നു എന്നാണ് കവി പറഞ്ഞത്. ബായേം ഹാത്ത് സേ, ഇടതു കൈകൊണ്ട് ഉസ് സ്ലേറ്റ് കോ സമ്പാത്താവും, ആ സ്ലേറ്റിനെ ഞാൻ പിടിക്കുന്നു. ജിസേ മേ ചോട് ആയാത, ഏതിനെയാണോ ഞാൻ ഉപേക്ഷിച്ച് വന്നത്, അതായത് 20 ബർസോം കെ, 20 വർഷങ്ങൾക്ക്, 20 വർഷം മുമ്പ് ഞാൻ ഉപേക്ഷിച്ച. അപ്പോൾ 1ാം ക്ലാസ്സിൽ ആ സ്ലേറ്റ് ആയിട്ട് സ്കൂളിൽ പോയിട്ട് എത്ര വർഷം കഴിഞ്ഞു എന്നാ പറഞ്ഞത്? 20 വർഷം കഴിഞ്ഞു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപേക്ഷിച്ച് പോയ ആ സ്ലേറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പിടിക്കുന്നു. 20 ബർസോം കെ അഖ്ബാർ കെ പീച്ചെ. അഖ്ബാർ എന്ന് പറഞ്ഞാല് ന്യൂസ് പേപ്പറാണ്, ദിനപത്രം. ആ ദിനപത്രത്തിന് പിന്നിൽ മേം ചോട് ആയാത 20 ബർസോം കെ അഖ്ബാർ കെ പീച്ചെ. 20 ബർസം 20 വർഷങ്ങൾക്ക്, ബർസോം കെ 20 വർഷങ്ങൾക്കുള്ള മുമ്പുള്ള, അഖ്ബാർ കെ പീച്ചെ ന്യൂസ് പേപ്പറിന് പിന്നിൽ. അതായത് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന സ്ലേറ്റ് എന്ത് ചെയ്തു? ആ ഒരു ഓർമ്മയോട് കൂടിയിട്ട് ആ സ്ലേറ്റിനെ ഇങ്ങനെ നേരെ മുറുക്കി പിടിക്കുന്നതായിട്ടും അതുപോലെ തന്നെ വലതു കൈ അവർക്ക് നേരെ നീട്ടുന്നതായിട്ടും കവിക്ക് അനുഭവപ്പെടുന്നതാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്? ആ പഴയ ഓർമ്മകൾ, പഴയ അനുഭവം പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ആ പഴയ ചിന്ത, പഴയ ഓർമ്മ കയറി വരുന്നതായിട്ടാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കവിത കഴിഞ്ഞു. ചെറിയൊരു കവിതയാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ വായിച്ച് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.